ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സന്തോഷമായിരിക്കണം എന്ന് വിചാരിക്കണം. എല്ലാവരും സന്തോഷമായിരിക്കും കേട്ടോ. മഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. മഴയൊക്കെ ഈ എന്താ പറയുക, ഈ വൃശ്ചിക മാസത്തൊക്കെ നല്ല മഞ്ഞിൻ്റെ ഒരു അവസ്ഥയല്ലേ, മകരത്തിലൊക്കെ. അപ്പം ഇപ്പോൾ പറഞ്ഞാൽ പ്രളയം വന്ന ആ സമയം തൊട്ട് കാലാവസ്ഥയൊക്കെ മാറിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് ന്യൂനമർദ്ദം അല്ലെങ്കിൽ എപ്പോഴാണ് മഴ പെയ്യാന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരുടെയും മഴ കിട്ടിയിട്ടുണ്ടാവില്ല ഈ സമയത്ത്. ഇവിടെ എന്തായാലും കുറേ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം മഴ കുറഞ്ഞ് ഇപ്പോൾ സാധാ പോലെ വൃശ്ചികത്തിൽ നല്ല തണുത്ത മഞ്ഞിൻ്റെ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ണിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തോരൻ വയ്ക്കുകയാണ് കേട്ടോ. കോവയ്ക്ക തോരൻ എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ചിലർ നീളത്തിലൊക്കെ അരിയും കേട്ടോ. എന്തായാലും ഞാനിവിടെ വട്ടത്ത് ഇങ്ങനെ അരിഞ്ഞിട്ട് പിന്നെ നീളത്തിൽ അരിഞ്ഞ് മെഴുക്ക് വരട്ടി വയ്ക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ എന്തായാലും വട്ടത്തരിഞ്ഞിട്ട് തോരൻ വയ്ക്കണം. എപ്പോഴും മെഴുക്ക് വരട്ടി പയർ അത് ഇത് പറഞ്ഞിട്ട് എപ്പോഴും പറയുമല്ലോ. അപ്പോൾ 2 മുളക്, അത് ഇത്തിരി ഉണ്ട മുളകല്ലേ, നന്നായി എരിവുള്ളത്, പഴുത്തതാട്ടോ. അപ്പോൾ അത് 2 മതി, കാരണം നല്ല എരിവുണ്ട്, അങ്ങനത്തെ മുളകാണ്. അതും അത്യാവശ്യം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് തേങ്ങയാണ് കേട്ടോ. പിന്നെ നമ്മൾ കടുക് പൊട്ടിച്ച് എന്താ പറയുക, ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുകിടുക, കറിവേപ്പില ഇടുക, നമ്മൾ അരിഞ്ഞു വെച്ച കോവയ്ക്കില്ലേ അതും കൂടി ഇടുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ആ മുളകും കൂടി ഇട്ടിട്ട് ഇളക്കുക. പാകത്തിന് ഉപ്പിടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് നന്നായിട്ട് വെക്കുക കേട്ടോ. എല്ലാവർക്കും അറിയാം, എന്നാലും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് ഒന്ന് 3/4 വേവ് ഇറക്കാറാകുമ്പോൾ നമ്മൾ തേങ്ങ ചിരണ്ടിയിട്ട് ഇടുക കേട്ടോ. അത് എന്താ പറയുക, തേങ്ങയും കൂടി ഇട്ട് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. തോരനൊക്കെ പറഞ്ഞാൽ തേങ്ങ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും. അക്കടു എന്തായാലും ഇന്ന് സ്കൂൾ പോയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ അക്കടു വന്നിട്ട് വേണം അമ്പലത്തേക്ക് ഒന്ന് പോകണം കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഇവിടെ ദേവീക്ഷേത്രത്തിൽ എന്തായാലും വൈകിട്ടൊന്ന് പോകണം. അപ്പോൾ ഏട്ടൻ പണിമാറി വന്നിട്ടൊക്കെ വേണം പോകണമെങ്കിൽ. അപ്പോൾ കുഞ്ഞുണ്ണിക്ക് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പോകണം പറഞ്ഞിട്ടിരിക്കുക. കാരണം ഇവിടെ അടുത്ത അമ്പലത്തിൽ ശബരിമലയിലെ ഈ സപ്താഹം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിട്ട് എന്താ പറയുക, എണീറ്റ ഉടനെ അമ്മ അമ്പലത്ത് പോവുക, കുളി കഴിഞ്ഞ് അമ്പലത്ത് പോവുക, ആ ഒരു ഇതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനി ഒന്ന് ഇതാവട്ടെ, ഒന്ന് ഇളക്കിയിട്ടൊന്ന് നന്നായിട്ട് ചൂടായി എന്താ പറയുക, ഒന്ന് ആ ഒരു ഇതൊക്കെ കോവയ്ക്കിലൊക്കെ ആയിട്ട്, കോവയ്ക്ക് ഒന്നാമത് വെന്തിട്ടാണ് കേട്ടോ ഇരിക്കണത്. അപ്പോൾ അതിൽ കൂടെ തേങ്ങയും കൂടി ഇട്ട് നല്ല ഒന്ന് അടച്ച് വയ്ക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ കോവയ്ക്കിൻ്റെ ഒപ്പം ആദ്യം തന്നെ ഇട്ട് ഇളക്കുമ്പോൾ അടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം കോവയ്ക്ക വെന്തിട്ട് അതിൽ കൂടെ ഇടണം കേട്ടോ. പിന്നെ എനിക്ക് ആദ്യമൊക്കെ ഞാൻ വെച്ചപ്പോഴില്ല, എനിക്കറിയില്ലായിരുന്നു കേട്ടോ. വെള്ളം ഒഴിക്കുമായിരുന്നു. കോവയ്ക്കാണെങ്കിലും ബീട്രൂട്ടാണെങ്കിലും ക്യാരറ്റാണെങ്കിലും എന്ത് തോരൻ വയ്ക്കണമെങ്കിലും ആദ്യം വെള്ളം ഒഴിച്ച് വേവിക്കുന്നിട്ട് ആ വെള്ളം ഊറ്റിക്കളയുക, അല്ലെങ്കിൽ അത് വറ്റിച്ചെടുക്കുക, അങ്ങനെയായിരുന്നു കേട്ടോ ചെയ്യുക. ഇപ്പോൾ ചെറുതായി അരിഞ്ഞ വെള്ളം ഏതിനും വേണ്ട, ക്യാരറ്റിനാണെങ്കിലും ബീട്രൂട്ടിനാണെങ്കിലും ഒന്നിനും വെള്ളം ഒഴിക്കാണ്ട് അങ്ങോട്ട് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. തോരനിറക്കി ചോറ് ഞാൻ കുക്കറിലാണ് കേട്ടോ ചോറ് വയ്ക്കുക. എന്നിട്ട് അത് ചട്ടിയിലോട്ട് മാറ്റുകയാണ് ചെയ്യുക. ഇത് ഞാൻ ഇങ്ങനെ തന്നെ, എല്ലാവരും കുക്കറിലാണോന്നറിയില്ല, അടുപ്പിൽ വയ്ക്കുന്നവരുണ്ടാവും. കൂടുതലും ഇവർ അടുപ്പിലായിരിക്കുമല്ലോ വയ്ക്കുന്നത്. എനിക്കെന്തോ അടുപ്പിൽ ഞാൻ അങ്ങനെ വയ്ക്കാറില്ല കേട്ടോ. കുക്കറിൽ എനിക്ക് ശീലമായി. സത്യത്തിൽ കുക്കറിൽ ഒരു 2-3 വിസിലുണ്ടെങ്കിൽ നമ്മുടെ സാധാ കുത്തരിയാണെങ്കിലും ജയ്യരിയാണെങ്കിലും വെന്തോളുണ്ട്. റേഷനരി വെള്ളയാണെങ്കിൽ മാത്രം നമുക്ക് എന്താ പറയുക, ഒറ്റൊരു വിസിലിന് അപ്പം തന്നെ മൊത്തം കളയാം. അങ്ങനെയായിരുന്നു. ഇപ്പം എല്ലാം പഠിച്ച് വരുന്നു. അപ്പോൾ കടല ഞാൻ വേവിക്കാൻ വെച്ചു. അതിൽ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പിട്ടു. പിന്നെ പഞ്ചസാര കേട്ടോ, ഒരു നുള്ളിട്ടാൽ മതി കേട്ടോ. ഇത് ആദ്യമായിട്ടായിരിക്കില്ലേ നിങ്ങളെല്ലാവരും കേൾക്കണത്. എന്നിട്ട് അങ്ങോട്ട് അടച്ച് വയ്ക്കുക. നന്നായി വിസിൽ വരില്ലേ, നമ്മളൊരു അത്യാവശ്യം ഒരു 10 വിസിലൊക്കെ ഇതിന് നന്നായിട്ട് വേണം. അങ്ങനത്തെ കടലയാണ്. നന്നായി വെന്ത് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് വരും കേട്ടോ. അത് ഈ പഞ്ചസാര ഇട്ടതിൻ്റെ ഇതാട്ടോ. പഞ്ചസാര ഇട്ടോ എത്ര വേകാത്ത കടലയാണെങ്കിൽ വെന്ത് കിട്ടും. അതുപോലെ ബീഫൊക്കെ ഒരുപാട് വേകാൻ ബുദ്ധിമുട്ടുണ്ടാവും മൂത്തതായ കാരണം. അപ്പോൾ ഒരു പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ. അതിൽ മധുരമൊന്നും ഉണ്ടാവില്ല, കാരണം ഒരു നുള്ളല്ലേ ഇടണുള്ളൂ. അത് കാരണം നന്നായി വെന്ത് കിട്ടും.
അപ്പം അതൊരു ടിപ്പായിട്ട് കണക്ക് കൂട്ടിയാൽ മതി കേട്ടോ, അറിയാത്തവർക്ക് മാത്രം കേട്ടോ. അപ്പം ആ കുടുവിനുള്ളത് ഞാൻ ചോറ് പാക്ക് എന്താ പറയുക ചോറാക്കാൻ നിൽക്കുകയാണ്. ചോറാക്കി ഇതാ കടല ഞാൻ കറി വയ്ക്കണമെന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ കടല കറിയും ആക്കിയിട്ടുണ്ട്, ഇതും ആക്കിയിട്ടുണ്ട് കേട്ടോ, കോവയ്ക്ക. അപ്പോൾ വൈകിട്ട് അമ്പലത്തോളം പറഞ്ഞില്ലേ, ഇത് കണ്ടോ ഭഗവാൻ എന്താ പറയുക സാക്ഷാൽ അയ്യപ്പ സ്വാമിക്ക് തിരുവാഭരണം കൊണ്ട് പോകുന്ന വഴിയാണ് കേട്ടോ. പുതിയാവ് അമ്മയുടെ അവിടെ എന്താ പറയുക, ആദ്യമൊക്കെ ഞങ്ങൾക്ക് ടി വിയിൽ കൂടെയാണ് തിരുവാഭരണം കൊണ്ടുപോയി അവിടെ എത്തി ഇന്ന സ്ഥലത്ത് എത്തി എന്നൊക്കെ എനിക്ക് കാണാൻ പറ്റിയിരിക്കണം. ഇതിപ്പോൾ ഇവിടെ വന്നപ്പോൾ പത്തനംതിട്ട വന്നപ്പോൾ ഏട്ടൻ്റെ നാട്ടിലെത്തിയപ്പോൾ തിരുവാഭരണം എന്താ പറയുക അടുത്ത് വെച്ച് കണ്ടു. അതെന്താ പറയുക ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നതും. സ്ത്രീകൾക്ക് ഇത്ര തൊട്ടടുത്ത് വെച്ച് കാണാൻ പറ്റുക പറഞ്ഞാൽ മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണക്ക് കൂട്ടണം. തിരുവാഭരണം വരുന്നു പറഞ്ഞപ്പോൾ അവിടെ ആ ഭാഗത്തുള്ള എന്താ പറയുക കടകളും വീടുകളിലൊക്കെ ഫ്രണ്ടിൽ കാർത്തിക ദീപം കൊളുത്തി സ്വീകരിക്കാൻ ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക കണ്ടു നിന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ കുളിര് കോരുക എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ, തിരുവാഭരണം കണ്ടിട്ട് ദൈവമേ ഭയങ്കര ഒരു ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഓംന്നും ഈ എന്താ പറയുക കർപ്പൂരത്തിൽ ഇങ്ങനെ കർപ്പൂരം പൊടിച്ചിട്ട് ഓംന്ന് എഴുതി വെച്ചിരിക്കുക കേട്ടോ. തിരുവാഭരണം വരുന്ന ആ സമയത്ത് അത് കത്തിക്കും. അപ്പോൾ എല്ലാം അങ്ങനെ ഓം പറഞ്ഞിട്ട് അങ്ങനെ കത്തും. അത് നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. വീടുകളുടെ ഫ്രണ്ടിൽ അയ്യപ്പ സ്വാമീനെ വെച്ചിട്ട് നല്ല ഇതിൽ വെച്ചിരിക്കുക കേട്ടോ. ഇത് കണ്ടോ ശിവഭഗവാനെ ഒരു ഇതായിട്ട്, പിന്നെ കുറച്ച് കളിപ്പാട്ടങ്ങളും ഐസ്ക്രീം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ദേവീക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ ഇത് പന്തളം കൊട്ടാരത്തു നിന്ന് വന്ന വണ്ടിയാണ് കേട്ടോ. തിരുവാഭരണം വരുന്ന എന്താ പറയുക അവരിൻ്റെ കൂടെ വരുന്ന അവരാണ് കേട്ടോ. ഇത് കുഞ്ഞുങ്ങൾ താലം എടുക്കുക എന്നൊക്കെ പറയില്ലേ, വരവേൽക്കുക നിൽക്കുകയാണ് കേട്ടോ തിരുവാഭരണം. അപ്പോൾ ഇവിടെ എല്ലാ വർഷവും ഞാനിപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഇവിടെ കണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇക്കൊല്ലം പോയി അടുത്ത വർഷം കാണാൻ ഞാൻ പോവും. കാരണം സാധിച്ചാൽ ഞാൻ പോവും, അങ്ങനെ ഞാൻ പറയുള്ളൂ. സ്ത്രീകളുടെ കാര്യമല്ലേ അല്ലേ. അയ്യപ്പ സ്വാമി വന്നിട്ട് ഇവിടെ വിശ്രമിച്ചു എന്നാണ് കേട്ടോ പറയണത്. പുതിയാവ് അമ്മ അല്ലെങ്കിൽ ദേവിയുടെ അടുത്ത് വന്നിട്ട് അന്ന് അന്തിറങ്ങി വിശ്രമിച്ചിട്ട് പുലർച്ചെ 4 മണിക്ക് എണീറ്റ് പോയി എന്നാണ് പറഞ്ഞത്. അത് കാരണം അയ്യപ്പസ്വാമി എവിടേക്ക് ഏത് വഴി കൂടെ വന്നോ അതേപോലെ ആ വഴി കൂടെയൊക്കെയാണ് ഇന്ന് തിരുവാഭരണം കൊണ്ടും വരണം കേട്ടോ. ഏതൊക്കെ അമ്പലങ്ങളിൽ കയറി വിശ്രമിച്ചോ അതേപോലെയാണ് ഇവിടെ തിരുവാഭരണം അതേ അമ്പലങ്ങളിൽ കയറുന്നതും. അപ്പോൾ ഞങ്ങൾ കയറി അവിടെ ഭജനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പാടണത്. പക്ഷേ ഈ ഭാഗത്തേക്ക് എന്താ പറയുക കൂടുതൽ പേര് ഭജനയ്ക്കായിട്ട് നടക്കണ്ട. മുതിർന്ന ചേച്ചിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും നടക്കണ്ട. അങ്ങോട്ട് പാലക്കാട്ടേക്കൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. ഒരു
വലം വെച്ചിട്ട് മൂന്നാമത്തെ തവണ ദേവീക്ഷേത്രത്തെ അകത്തോട്ടാണ് കേട്ടോ തിരുവാഭരണം കൊണ്ടുപോവുക. എന്നിട്ട് അവിടെ തുറന്ന് വെക്കും. എന്നിട്ട് എല്ലാ ഭക്തജനങ്ങൾക്കും കാണാൻ അവസരം ഉണ്ടാവും. 2 മണി വരെയാണ് കേട്ടോ പുലർച്ചയ്ക്ക്. ഇവരെല്ലാവരും ക്യൂ നിൽക്കാട്ടോ, കാണാൻ ക്യൂ നിന്നിട്ടാണ് എല്ലാവരും കാണുന്നത് കേട്ടോ. ഒരുപാട് ജനങ്ങളുണ്ട്. ഇത് കാണാൻ പറ്റിയത് തന്നെ മഹാഭാഗ്യം കേട്ടോ. അറിയാതെ ശരണം വിളിച്ച് പോകും നമ്മൾ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ.